റസിയ സുൽത്താനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുരുഷന്മാർ മാത്രം ഭരിച്ചിരുന്ന ഒരു കാലത്ത് സ്ത്രീകൾ വീടിനുള്ളിൽ പർദ്ദയ്ക്കുള്ളിൽ കഴിയണമെന്നായിരുന്നു സമൂഹത്തിന്റെ പ്രതീക്ഷ. എന്നാൽ ഏകദേശം 800 വർഷങ്ങൾക്ക് മുൻപ് ഈ എല്ലാ ചട്ടങ്ങളും തകർത്തുകൊണ്ട് ഡൽഹി സൽത്തനത്ത് ഭരിച്ച ആദ്യത്തെയും അവസാനത്തെയും ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താൻ. അവൾ അധികാരം പിടിച്ചെടുത്തതല്ല, അവൾ അതിന് അർഹയായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ ധീരയായ രാജ്ഞി പ്രണയത്തിലായതുകൊണ്ട് മാത്രം അവസാനം കൊല്ലപ്പെടുകയായിരുന്നു. ഇതാണ് റസിയ സുൽത്താന്റെ അത്ഭുതകരവും ദുഃഖകരവുമായ കഥ. റസിയ ഡൽഹി സൽത്തനത്തിലെ ശക്തനായ ഭരണാധികാരിയായ സുൽത്താൻ ഇൽതുൽമിഷിന്റെ മകളായിരുന്നു. ഇൽതുൽമിഷിന്റെ മൂത്ത മകൻ നസ്രുദ്ദീൻ മുഹമ്മദ് അദ്ദേഹത്തിന്റെ മരണത്തിനു മുൻപ് മരിച്ചു. മറ്റു പുത്രന്മാർക്ക് ഭരണത്തിന് വേണ്ട കഴിവുകളൊന്നുമില്ലായിരുന്നു. ഒരു സുൽത്താനായി രാജ്യം അയോഗ്യരുടെ കയ്യിൽ വിട്ടുകൊടുക്കാൻ ഇൽതുൽമിഷ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം ധീരമായ ഒരു തീരുമാനമെടുത്തത്. എനിക്ക് ശേഷം ഡൽഹി ഭരിക്കേണ്ടത് റസിയയാണ്. എന്നാൽ രാജ്യസഭയിലെ അമർത്യന്മാർക്ക് ഒരു സ്ത്രീയുടെ മുന്നിൽ തലകുനിക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഇൽതുൽമിഷ് മരിച്ച ഉടൻ തന്നെ അവർ അദ്ദേഹത്തിന്റെ മകൻ റുക്നുദ്ദീൻ ഫിറോസിനെ സുൽത്താനാക്കി. അതൊരു വലിയ പിഴവായിരുന്നു. അവൻ ഭരണകാര്യങ്ങൾ ഉപേക്ഷിച്ച് വിനോദങ്ങളിലും ആസ്വാദനങ്ങളിലും മുങ്ങി രാജ്യത്തിന്റെ സമ്പത്ത് നശിപ്പിച്ചു. ജനങ്ങൾ അസന്തുഷ്ടരായി. പല പ്രദേശങ്ങളും കേന്ദ്രഭരണത്തിൽ നിന്നും മാറി. അവസാനം അമർത്യന്മാർ തന്നെ മനസ്സിലായി അവർ ചെയ്തത് തെറ്റായിരുന്നുവെന്ന്. റുക്നുദ്ദീൻ തടവിലായി. അല്പ ദിവസങ്ങൾക്കകം കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ ഡൽഹിയുടെ സിംഹാസനം റസിയയുടെ കൈകളിലായി. എന്നാൽ ഒരു സ്ത്രീ സുൽത്താനായി ഭരിക്കുന്നത് അന്നത്തെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. വസീർ മുഹമ്മദ് ജുനൈദി അടക്കമുള്ള പല അമർത്യന്മാർക്കും റസിയയ്ക്ക് എതിരായിരുന്നു. പക്ഷേ അവർ കണക്കുകൂട്ടിയത് തെറ്റായിരുന്നു. റസിയ ഒരു ശക്തയായ ഭരണാധികാരിയായിരുന്നു. ഭരണകാര്യങ്ങളിൽ അവൾക്കുണ്ടായിരുന്ന പരിചയം അച്ഛന്റെ കാലത്ത് തന്നെ തെളിയിച്ചതാണ്. യുദ്ധഭൂമിയിൽ പോലും അവൾ സൈന്യത്തിന്റെ മുൻനിരയിൽ കുതിച്ചു. പർദ്ദ ഉപേക്ഷിച്ചു. പുരുഷന്മാരെ പോലെ വേഷമണിഞ്ഞു. തുറന്ന ദർബാറിൽ അവൾ ആത്മവിശ്വാസത്തോടെ രാജ്യം ഭരിച്ചു. ഹിന്ദുസ്ഥാനും പഞ്ചാബും മാത്രമല്ല, ബംഗാൾ, സിന്ധു പോലുള്ള ദൂരപ്രവിശ്യകളും അവളുടെ അധികാരം അംഗീകരിച്ചു. എന്നാൽ ശത്രുക്കൾ ഒരിക്കലും പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല. നൂറുദ്ദീൻ എന്നൊരാൾ 1000-ലധികം ആളുകളുമായി കലാപം നടത്തി. രാജ്യമന്ദിരം തകർക്കാൻ ശ്രമിച്ചു. പക്ഷേ റസിയയുടെ സൈന്യം അവരെ തോൽപ്പിച്ചു. ആ കലാപം പരാജയപ്പെട്ടു. എല്ലാം നിയന്ത്രണത്തിലായിരുന്ന സമയത്താണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ചത്. റസിയ പ്രണയത്തിലായി. അവൾ പ്രണയിച്ചത് ജലാലുദ്ദീൻ യാക്കൂത്ത് എന്ന ഒരു അബീസീനിയൻ അടിമയായിരുന്നു. റസിയ അവനെ രാജകീയ ഭക്ഷണശാലയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാക്കി. ഇത് രാജ്യസഭയിലെ അമർത്യന്മാരെ കോപത്തിലാഴ്ത്തി. ഒരു രാജ്യം ഭരിക്കാൻ അവൾക്ക് അവകാശമുണ്ടായിരുന്നുവെങ്കിലും തന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ടായിരുന്നില്ല. അമീർമാർ ഇഖ്തിയാർ ഉദ്ദീൻ അൽത്തൂനയെ റസിയയ്ക്കെതിരെ കലാപത്തിന് പ്രേരിപ്പിച്ചു. ചില ചരിത്ര സ്രോതസ്സുകൾ പറയുന്നത് അൽത്തൂനയും റസിയയും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നുവെന്നും അൽത്തൂന റസിയയെ രഹസ്യമായി പ്രണയിച്ചിരുന്നുവെന്നുമാണ്. കലാപം അടിച്ചമർത്താൻ റസിയ സൈന്യവുമായി മുന്നേറി. പക്ഷേ ഇവിടെ വിധി അവൾക്കെതിരായി. അവൾ പ്രണയത്തിലായിരുന്ന യാക്കൂത്ത് കൊല്ലപ്പെട്ടു. റസിയയെ തടവിലാക്കി. ജീവൻ രക്ഷിക്കാൻ റസിയ അൽത്തൂനയെ വിവാഹം ചെയ്തു. ഒരുമിച്ച് ഡൽഹി തിരികെ പിടിക്കാൻ അവർ ശ്രമിച്ചു. എന്നാൽ കൈതൽ സമീപത്ത് എത്തുമ്പോൾ അൽത്തൂനയുടെ അനുയായികൾ അവരെ ഉപേക്ഷിച്ചു. അവസാനം റസിയ തന്റെ സഹോദരനാൽ പരാജയപ്പെട്ടു. അടുത്ത ദിവസം തന്നെ റസിയ സുൽത്താനും അൽത്തൂനയും കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഡൽഹി സൽത്തനത്തിലെ ആദ്യത്തെയും അവസാനത്തെയും വനിതാ ഭരണാധികാരിയുടെ ജീവിതം ദുഃഖകരമായി അവസാനിച്ചു.